എടോ, ഇത് സമർത്ഥന്റെയും ശക്തിയുള്ളവന്റെയും മാത്രം ലോകമാണ്. പല നാടുകളിൽ, പല പേരുകളിൽ, പല കാലങ്ങളിൽ അവനുണ്ടായിരുന്നു. മർദ്ദകനായും ചൂഷകനായും വഞ്ചകനായും. ജർമ്മനിയിൽ ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയത് അവനായിരുന്നു. ഖസാക്കിസ്ഥാനിലെ നിർദ്ധനായ കർഷകർക്ക് നേരെ നിറയൊഴിച്ചതും മറ്റാരുമായിരുന്നില്ല. സമത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടി ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ ബോംബെറിഞ്ഞ് സൂചിക്കുന്നത് അവനാണ്. ആജ്ഞകളാലും വാഗ്ദാനങ്ങളാലും ഭീഷണികളാലും അവൻ വഞ്ചിക്കപ്പെട്ട സമൂഹത്തിന്റെ കഴുത്തെടുക്കുന്നു. അവൻ ഒരുക്കിത്തരുന്ന നികൃഷ്ടമായ ജീവിത സാഹചര്യങ്ങളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എരിഞ്ഞടങ്ങാനാണ് നിന്റെയൊക്കെ വിധി. I am helpless. I can't protect you. You can't fight against your destiny. Go to hell and weep yourself until you are bloody death. നാട്ടുകാരാകെ ഇളകിയിരിക്ക. അന്തിന് ട്രാൻസ്ഫർ ജയിച്ചെന്ന എല്ലാരും പറയണേ. ചേച്ചി കരയ? കരയുന്ന കുട്ടിയെ ഒക്കെ എനിക്കറിയാം. ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഇന്ന് വരെ ഞാൻ നിങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ? പാരമ്പര്യത്തിന്റെ ജീർണഗന്ധം ശ്വസിച്ചാണ് ഞാൻ വളർന്നിട്ടുള്ളത്. സ്നേഹത്തിന്റെ മുമ്പിൽ ജാതിയും മതവും ഒന്നും ഒരു പ്രശ്നമല്ല. ഇൻസ്പെക്ടർ അയാള് ചെറുപ്പമല്ലേ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരാൻ ഇനിയും സമയമെടുക്കും. അതുകൊണ്ടാണ് അവനെ സ്ഥലം മാറ്റി കളയാമെന്ന് വെച്ചത്. ഇനി വേണ്ടത് നമ്പൂരുടെ ഇല്ലത്തൂന്നും. ഓ, അതിപ്പോ ഇല്ല അല്ലല്ലോ, കർഷക സഹകരണ സംഘത്തിന്റെ ഗോഡൌൺ അല്ലേ. അവിടെ സംഭരിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുവരും. സംഘത്തിനിപ്പോ കൂടുതൽ ആൾബലമുണ്ട്. ഉണ്ടായിക്കോട്ടെ, എല്ലാ കരുതലോടും കൂടിയല്ലേ നമ്മൾ പോകുന്നത്. സംഘം പൊളിച്ചാലിയ നാറികളുടെ അഹങ്കാരം അവസാനിക്കും. പൊയ്ക്കോളൂ. ഞാൻ ഇല്ലത്തേക്ക് വരികയായിരുന്നു. എപ്പോഴാണ് തിരിച്ചു വരിക? ഉടനെ, എത്രയും പെട്ടെന്ന്. ഈ സ്റ്റേഷനിൽ തന്നെ വീണ്ടും ചാർജ് കിട്ടുമോ? സാധ്യതയില്ല, പക്ഷേ എന്നാലും വന്നല്ലേ പറ്റൂ. താക്കോല് തിരിച്ചേൽപ്പിക്കുന്നു. പോയിട്ട് വരട്ടെ. എന്താണെന്നാ ചോദിച്ചത്? എന്താ പറയണമല്ലേ? പറയാം. വരേണ്ട.
ഈ ഗ്രാമത്തിലെ പാവപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും രക്ഷിക്കാൻ സാർ തിരിച്ചു വരണം. മിസ്റ്റർ വേണു, ഞാൻ ദൈവമല്ല, പക്ഷേ ഞാൻ വരും. ഈ ഗ്രാമമാണ് എന്നെ ഉണർത്തിയത്. ബാലിനെ പോലെയുള്ള ആളുകളാണ് എന്നെ പ്രതികരണ ശേഷിയുള്ള ഒരു മനുഷ്യനാക്കി മാറ്റിയത്. മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത മേലധികാരികളോട് ഞാൻ അപേക്ഷിക്കും. ഞാനിവിടെ തിരിച്ചു വരിക തന്നെ ചെയ്യും.